1500 സ്ക്വയർ ഫീറ്റിൽ പണിത ഈ ഒരു വീടിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഏതാണ് ലൊക്കേഷന്, എത്രയാണ് പ്രൈസ്, എത്ര ബെഡ്റൂം, എത്ര ബാത്റൂം, കിച്ചൺ, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കാണുന്ന വീടാണ് ഇതിൻ്റെ പുറത്തെ സ്ട്രക്ചറാണ്, പുറത്തൊരു ഫോട്ടോ ആയി കാണുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാം, എന്നിട്ട് ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ സിറ്റ് ഔട്ടാണ്. ഇത് കയറിയിട്ട് ആദ്യം കാണുന്നതാണ് മരത്തിൽ പണിത, നല്ല കൊത്തുപണിയിൽ പണിത ഒരു ഡോറാണ് ആദ്യം നമുക്ക് കാണാൻ കഴിയുക. ഇത് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്നതാണ് പിന്നെ ഹാള്. നേരെ കയറുന്നത് ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളൊരു ഹാളാണ്. 2 ഏരിയ ആയിട്ട് ഉപയോഗിക്കട്ടോ. ഈ ഹാള് കഴിഞ്ഞാൽ ഇതൊരു ഡൈനിങ് ഏരിയയാണ്. ഭക്ഷണം കഴിക്കാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയയാണ്. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഇതാണൊരു ബെഡ്റൂം. ഏകദേശം ഒരു 10x10 ആ റേഞ്ചൊക്കെ വരുന്നൊരു ബെഡ്റൂമാണ്. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കബോർഡ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് നേരെ കാണുന്നതാണ് കിച്ചണ്. ഈ കിച്ചണിൽ റാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളൊരു കിച്ചണാണ്. ഇതിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് ഇതിൻ്റെ സിങ്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പാത്രം കഴുകാനൊക്കെ സിങ്ക് അകത്ത് തന്നെയാണ്, പുറത്തൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ സൗകര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഇതിലും ചെറിയൊരു കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഈ സ്റ്റെയർ കേസിനോട് തൊട്ട് ചേർന്നിട്ടുള്ള ഒരു ബേസിന് കാണാം. പിന്നെ സ്റ്റെയർ കേസിനോട് തൊട്ട് ചേർന്നിട്ട് തന്നെ ഒരു ബാത്റൂമുണ്ട്. ബാത്റൂമിനോട് തൊട്ട് ചേർന്ന് സ്റ്റെയർ കേസിൻ്റെ താഴത്തൊരു ചെറിയൊരു സ്പേസും കാണാം. പിന്നെ ഇതൊരു ബെഡ്റൂമാണ്. ഇതും ഏകദേശം 10x8 ആ സ്പേസിൽ തന്നെ, ആ നേരത്തെ കാണിച്ച ബെഡ്റൂമിൻ്റെ അതേ ലെങ്ത്തിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. പിന്നെ ഇതിനകത്ത് സീലിംഗ് ആണ് ഈ കാണുന്നത്. യാതൊരുവിധ വിള്ളലോ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഏകദേശം 8 വർഷത്തെ പഴക്കമുള്ളൊരു വീടാണിത്. ഇതിൻ്റെ മുകളിലും ഒരു റാക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് സ്റ്റെയർ കേസിലേക്കാണ് കയറാം. മുകളിലെ കാഴ്ചകളൊന്ന് കണ്ടുവരാം. അപ്പോൾ ഇതാണ് സ്റ്റെയർ കേസ് വരുന്നത്. സ്റ്റെയർ കേസ് കയറിയിട്ട് ഫസ്റ്റ് റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു ബെഡ്റൂമാണ് ആദ്യം കാണിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ അകത്തേക്കൊന്ന് കയറാം. ഇതാണ് ബെഡ്റൂം. ഇതും അതുപോലെ തന്നെ അത്യാവശ്യം സ്പേസുള്ളൊരു ബെഡ്റൂമാണ്. ഇപ്പോൾ ഈ കാണുന്നില്ലേ. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ 3 ബെഡ്റൂമായി. ഇനിയൊരു ബെഡ്റൂമും കൂടി ഇതിൻ്റെ തൊട്ട് പുറകിലുണ്ട്. ബെഡ്റൂമല്ല, ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഈ ഏരിയയാണ്. ഇതിൽ കുറച്ച് ചില്ലറ വർക്കുകൾ മാത്രമേ ബാക്കിയുള്ളൂ. അതും കംപ്ലീറ്റ് ചെയ്തിട്ട് തരൂ. അപ്പോൾ ഈ കാണുന്ന കുറച്ച് വർക്കുകൾ മാത്രം ബാക്കിയുണ്ട്. ഇതിൽ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഈ കാണുന്ന ബാത്റൂമാണ്. ഇതിനകത്ത് ചെറിയതായിട്ടുള്ളൊരു കുറച്ച് വർക്കുകൾ മാത്രമുണ്ട്, ടൈലിൻ്റെ മറ്റ് വർക്കുകൾ മാത്രം. ഇത് കഴിഞ്ഞ് ഇനി നേരെ ഇതിൻ്റെ ഔട്ട് സൈഡ് കാണിക്കാം. നമുക്ക് വീടിൻ്റെ പുറകു വശവും കാര്യങ്ങളും സൈഡൊക്കെ കാണിക്കാം. അപ്പോൾ നേരെ താഴത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഈ ഹാളാട്ടോ. നല്ല ഇത് പുറത്തുനിന്ന് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ല സ്പേസും കാര്യങ്ങളും ഉണ്ട്. ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഏരിയയാണ്. ഇനി നേരെ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രണ്ടിൽ കാണുന്ന ഒരു ടാപ്പാണ്. ഇതിന്ന് നേരെ ഈ ടാപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് പുറകുവശം. പുറകുവശമാണ് ഈ കാണുന്നത്. പുറകും സൈഡൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. 5 സെൻറ്റ് സ്ഥലമേ വരുന്നുള്ളൂ കേട്ടോ. 5 സെൻറ്റ് ആണെങ്കിലും നല്ല രീതിയിലുള്ള സ്പേസ് കാര്യങ്ങളും വരുന്നുണ്ട്. ബാക്ക് സൈഡ് കുറച്ച് കുറവാണ് സ്പേസ്. 2 സൈഡും അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പേസുള്ള സ്ഥലം കേട്ടോ. പിന്നെ ഇതിൽ വെള്ള സൗകര്യം വരുന്നത് കുഴൽക്കിണറാണ്. ഏത് വേനലിലും നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളം ഇവിടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ പറഞ്ഞുതരാം, കൃത്യമായിട്ട് കേട്ടോളൂ. ലൊക്കേഷൻ വരുന്നത് നമ്മളെ വീടിൽ നിന്ന് 30 മീറ്റർ മാറിയിട്ട്, അതായത് കറക്റ്റ് 10 അടി വഴിയാണിത്. 30 മീറ്റർ മാറിയിട്ട് ഫ്രണ്ടേജ് റോഡ്, ബസ് റൂട്ട് വരുന്ന റോഡാണ്. കണ്ടില്ലേ, ബസ് അരമണിക്കൂർ കൂടുമ്പോഴൊക്കെ ബസ് വരുന്ന റോഡാണ്. ഇതിലേക്ക് 2 വഴികളുണ്ട്. ഇത് പാലക്കാട് ജില്ലയിലാണ് വരുന്നത്. പാലക്കാട് ജില്ലയിൽ പരിയാനംപറ്റ അമ്പലത്തിനോട് തൊട്ട് ചേർന്നിട്ട് ഇതാണ് പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരമുള്ളൂ. ഇനി കോങ്ങാട് ഭാഗത്തു നിന്നൊക്കെ, പാലക്കാട് കോങ്ങാട് ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആളാണെങ്കിൽ മംഗലാംകുന്നാണ് മെയിൻ ജംഗ്ഷൻ വരിക. മംഗലാംകുന്ന് ഒരു 2 കിലോമീറ്റർ മാത്രമേ ഇതിലേക്ക് വരുന്ന ദൂരമുള്ളൂ. ഇതാണ് മംഗലാംകുന്ന് ജംഗ്ഷന്. ഇവിടുന്ന് 2 കിലോമീറ്റർ ദൂരം മാത്രമേ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ദൂരമുള്ളൂ. ഇനി വേറൊരു വഴി ചെറുപ്പളശ്ശേരി, പത്തിരിപ്പാല, ഒറ്റപ്പാലം ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ ഇതാണ് റൂട്ട്. ഈ റൂട്ടിലൂടെ, അതായത് അടക്കാപുത്തൂർ, ചെറുപ്പളശ്ശേരി, മാങ്ങോട് ആ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കാണെങ്കിൽ ഈ വഴിയും വരാൻ പറ്റും. ഇവിടുന്ന് ഏകദേശം ഒരു 4 കിലോമീറ്ററിൻ്റെ താഴെ മാത്രമേ ഈ ജംഗ്ഷനിൽ നിന്ന് വരുന്ന ദൂരമുള്ളൂ. അപ്പോൾ ഇത്തരത്തോളാണ് ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പാലക്കാട് ജില്ലയിലാണ് പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രം. കേരളത്തിലെ തന്നെ പ്രമുഖ ക്ഷേത്രമായ പരിയാനംപറ്റ ഭഗവതി ക്ഷേത്രത്തിനോട് തൊട്ട് ചേർന്നിട്ടുള്ളൊരു വീടാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയി പറയാനുള്ളത്. അപ്പോൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത്, അതായത് നമുക്കിതിനകത്ത് 1500 സ്ക്വയർ ഫീറ്റ് വീട്, 4 ബെഡ്റൂം, 2 ബാത്റൂം, പിന്നെ വെള്ളത്തിന് ബോർവെല്ലാണ് വരുന്നത്, ഹാള് കാര്യങ്ങളൊക്കെ വരുന്ന നല്ലൊരു വൃത്തിയുള്ള വീടാണ്. 8 വർഷം പഴക്കം കേട്ടോ ഈ വീടിന്. 5 സെൻറ്റ് സ്ഥലവും വരുന്നുണ്ട്. ഫ്രണ്ടിൽ റോഡാണ് വരുന്നത്. എല്ലാ ഭാഗത്തേക്കും വളരെ ഈസിയാണ്. പാലക്കാട് ജില്ലയിലേക്ക് ഒരു 30-35 കിലോമീറ്ററിന് താഴെ മാത്രമേ ദൂരം വരുള്ളൂ. മലപ്പുറം ജില്ലയിലും ഏത് ജില്ലക്കാർക്കും പറ്റിയ ഒരു സ്ഥലമാണ്. ഇതിന് തൊട്ടടുത്ത് തന്നെ പ്രധാനപ്പെട്ട ഒരുപാട് അമ്പലങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഏരിയയാണ്. സ്കൂളായാലും ഹോസ്പിറ്റലായാലും എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും വരുന്നൊരു ഏരിയയാണ്. അപ്പോൾ ഇനിയും ഇതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും അറിയാൻ ബാക്കിയുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇതിനാകെ ചോദിക്കുന്ന വില 39 ലക്ഷം രൂപയാണ്. അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.